കേരളത്തെ തീർത്തും അവഗണിച്ചുള്ള സംസ്ഥാനം സ്വപ്നം കണ്ടതെല്ലാം പാഴായ ബജറ്റ് പ്രസംഗമാണ് നിർമ്മല സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ചതെങ്കിലും മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇടത്തരക്കാർക്ക് സന്തോഷം നൽകുന്നതാണോ ആശങ്കപ്പെടേണ്ടതാണോ എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ബജറ്റിൽ സാധാരണക്കാർ ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാര്യം വരും ദിനങ്ങളിൽ എന്തൊക്കെ സാധനങ്ങൾക്ക് വില കൂടുമെന്നും എന്തിനൊക്കെ വില കുറയുമെന്നതുമാണ്. കാരണം സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അടിസ്ഥാന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിലവാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇന്നത്തെ ബജറ്റിൽ എന്തൊക്കെ സാധനങ്ങൾക്ക് വില കൂടുമെന്നും എന്തിനൊക്കെ വില കുറയുമെന്നും നോക്കാം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന 3 മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്നും ഒഴിവാക്കാൻ ധനമന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്ത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ചിലവ് കുറയാൻ സഹായകരമാകും. അതുപോലെ എക്സ്റേ യന്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന എക്സ്റേ ട്യൂബുകൾ, ഫ്ലാറ്റ് പാനൽ ഡിറ്റക്ടറുകൾ എന്നിവയ്ക്കുള്ള BCDയിൽ അതായത് അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ മാറ്റം വരുത്തുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സ്റേ യന്ത്രങ്ങളുടെ പ്രാദേശികമായ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള നടപടിയാണിത്. രാജ്യത്തെ ആതുര ചികിത്സാ രംഗത്തെ സാധാരണക്കാർക്ക് താങ്ങാവുന്നതും എത്തിപ്പെടാനാകുന്നതുമായ നിലയിലേക്ക് വളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഇവ രണ്ടും. ഇറക്കുമതി ചെയ്യുന്ന സ്വർണം, വെള്ളി എന്നിവയുടെ കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ 6% കുറച്ചിരിക്കുന്നത്. നിലവിൽ സ്വർണത്തിനുള്ള ഡിമാൻഡിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ഇതോടെ സ്വർണത്തിനുള്ള ഡിമാൻഡ് ഇനിയും കൂടുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കുറയ്ക്കാനും ഈ പ്രഖ്യാപനം സഹായിച്ചേക്കും. കൂടാതെ മൊബൈൽ ഫോണിനും വില കുറയും. മൊബൈൽ ഫോണുകളുടെയും ചാർജറുകളുടെയും കസ്റ്റംസ് തീരുവ വെട്ടിക്കുറയ്ക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് റീറ്റെയിൽ വിപണിയിൽ മൊബൈൽ ഫോണുകളുടെ വില കുറയാൻ കാരണമായേക്കും. ഫെറോണിക്കൽ, ബ്ലിസ്റ്റർ, കോപ്പർ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട്. ചെമ്മീൻ, മീൻതീറ്റ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 5% കുറച്ചിട്ടുണ്ട്. തുകൽ ഉൽപ്പന്നങ്ങൾ, റെസിസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ഓക്സിജൻ രഹിത ചെമ്പിന്റെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ എടുത്തു കളയുകയും ചെയ്തിട്ടുണ്ട്. ഇനി വില കൂടുന്നത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അമോണിയം നൈട്രേറ്റിന്റെ കസ്റ്റംസ് തീരുവ 10% ഉയർത്തിയിരിക്കുകയാണ്. കൂടാതെ ജീർണിക്കുന്നത് അല്ലാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് തീരുവ 25% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ചില ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 10% നിന്ന് 15% ഉയർത്തി. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള നോട്ടിഫൈഡ് സാധനങ്ങൾക്ക് 1% TCS ചുമത്തും. PVC ഫ്ലെക്സ് ബാനറുകൾക്കും വില കൂട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയിലൂടെ 80 കോടിയിലേറെ പേർക്ക് പ്രയോജനം ലഭിച്ചുവെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നത്. സാമ്പത്തിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകുമെന്നും യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുടെ 5 പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വികസിത ഭാരതത്തിനായി പദ്ധതികളും ഉണ്ടാകും. തൊഴിൽ സൃഷ്ടി, നൈപുണ്യ വികസനം എന്നിവയ്ക്കായി 2 ലക്ഷം കോടിയുടെ 5 പദ്ധതികളാണ് ആവിഷ്കരിക്കുക. ദേശീയ സഹകരണ നയം കൊണ്ടുവരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ 5 ലക്ഷം ആദിവാസികൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MSMEകൾക്ക് പ്രത്യേക പരിഗണനയും നൽകും. MSMEകൾക്ക് ഈടില്ലാതെ വായ്പ നൽകും. ഇതിനായി പ്രത്യേക സഹായ ഫണ്ട് എന്ന പേരിൽ 1000 കോടി വകയിരുത്തും. മുദ്ര വായ്പയുടെ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തിയതായും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ സൃഷ്ടിക്കാനുള്ള പ്രഖ്യാപനങ്ങൾക്കൊപ്പം നൈപുണ്യ വികസനത്തിനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേൺഷിപ്പ് പദ്ധതി അടക്കമുള്ളവ തൊഴിൽ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. 3 തവണയായി 15,000 രൂപ വരെ തൊഴിലാളികൾക്ക് നൽകുമെന്ന പ്രഖ്യാപനം വൻ മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് നിരാശാജനകമാണെങ്കിലും രാജ്യത്തിന്റെ ആകമാനമുള്ള വികസനത്തിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.